ബീജങ്ങൾക്ക് ഉണ്ടാവുന്ന പ്രശ്നങ്ങളാണ് പ്രധാനമായിട്ടും സ്ത്രീകളിൽ അബോർഷൻ ഉണ്ടാക്കുന്ന ഒരു കാരണം. ബീജങ്ങളിൽ അടങ്ങിയിരിക്കുന്ന DNA-യുടെ ഡിഫക്റ്റുകൾ കൊണ്ടുവരാം. ഡിയോക്സി റൈബോ ന്യൂക്ലിക് ആസിഡ് എന്ന് പറയുന്ന DNA-യിലാണ് നമ്മുടെ ജനിതഘടന അടങ്ങിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ജനിതഘടനയിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് അബോർഷനിലേക്ക് നീങ്ങുകയും ആ ഒരു ഗർഭധാരണം സക്സസ്ഫുൾ ആവാതിരിക്കുകയും ചെയ്യാം. രണ്ടാമതായിട്ട് എന്തെങ്കിലും ക്രോമസോമൽ ആയിട്ടുള്ള പ്രശ്നങ്ങൾ, അതായത് നമ്മുടെ ന്യൂക്ലിയസിൽ ഉണ്ടാവുന്ന ക്രോമസോമുകളിൽ എന്തെങ്കിലും ഡിഫക്റ്റുകൾ ഉണ്ടെങ്കിൽ, ക്രോമസോമിന്റെ എണ്ണം കൂടുതൽ, ക്രോമസോമിന്റെ എണ്ണം കുറവ്, ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും ആ എംബ്രിയോ അല്ലെങ്കിൽ ആ ഭ്രൂണം അബോർഷനിലേക്ക് നീങ്ങാനുള്ള സാധ്യത കൂടുതലാണ്. മൂന്നാമതായിട്ട് പുരുഷന്മാരിൽ എന്തെങ്കിലും സെക്ഷലി ട്രാൻസ്മിറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ലൈംഗിക രോഗങ്ങൾ ഉണ്ടെങ്കിൽ, പ്രത്യേകിച്ച് ക്ലമീഡിയ അല്ലെങ്കിൽ സിഫിലിസ്, അതുപോലെ ഗൊണോറിയ പോലെയുള്ള കണ്ടീഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് സ്ത്രീകളിലേക്ക് പകരുകയും അത് കാരണവും അബോർഷൻ ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. നാലാമതായിട്ട് എന്തെങ്കിലും പോഷകാഹാരക്കുറവുള്ള പുരുഷന്മാരിൽ അവരുടെ ബീജങ്ങൾക്ക് കൃത്യമായിട്ടുള്ള വളർച്ച ഇല്ലാതിരിക്കുകയും ഇത് അബോർഷനിലേക്ക് എത്തുകയും സാധ്യത വളരെ കൂടുതലാണ്. അതുപോലെ പുരുഷ ബീജങ്ങളുടെ ജനിതഘടനയിൽ ആരോഗ്യം നിർണ്ണയിക്കുന്നതിന് പുരുഷന്മാരുടെ പ്രായം വളരെ ഇമ്പോർട്ടന്റ് ആണ്. 38 വയസ്സിന് ശേഷമുള്ള അല്ലെങ്കിൽ ഏകദേശം 40 വയസ്സ് കഴിഞ്ഞിട്ടുള്ള പുരുഷന്മാരിൽ ജനിതഘടനയിൽ ഡിഫക്റ്റ് ഉള്ള ബീജങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പല അബോർഷൻസിന്റെയും പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒന്ന് പുരുഷന്മാരിൽ ഉണ്ടാവുന്ന ഈ ജനിതഘടനയിലുള്ള പ്രശ്നങ്ങളാണ്.